ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷത്തിൽ മതിമറക്കുമ്പോൾ ആഘോഷ നിറവിലാണ് നമ്മുടെ കേരളവും അല്ലെ. കുറെ ആഘോഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയലൂരും കൊച്ചിയിൽ നിന്ന് അഞ്ജന അനിൽകുമാറുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സുനിഷ അയലൂരിലേക്ക്. സുനിഷ അയലൂർ, ഇന്നലെ രാത്രി മുതൽ പാതിര കുർബാനയിലടക്കം പങ്കെടുത്തുകൊണ്ടാണ് സുനിഷ ഈ ആഘോഷത്തിലേക്ക് ഇറങ്ങിയത്. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് ആഘോഷങ്ങൾ തീർന്നിട്ടില്ല. സാന്റ ഇപ്പോഴേ ഡാൻസ് കളിക്കുകയാണ്. എവിടെയാണ് സുനിഷ? സുജയ, ആഘോഷങ്ങൾ തീരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് ഇത് ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഈ സാന്ത ഇതാ നേരത്തെ തൊട്ട് ഇതേ വൈബിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ത, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. എല്ലാവരോടും എന്താ പറയാനുള്ള? എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. സന്തോഷമാണ്. സാന്തയ്ക്ക് സന്തോഷമൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു മെരി ക്രിസ്മസ് പറഞ്ഞേക്കാം. മെരി ക്രിസ്മസ്. ഓക്കെ സുജയ, നമ്മളുള്ളത് പോപ്പുലർ ഫാം ഹൗസിലാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബത്ലഹേമിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നൊക്കെ തോന്നുന്നവർക്ക് ഒരുപക്ഷെ തലസ്ഥാനത്തെത്തിയാൽ ഇതുപോലെ മനോഹരമായ കാഴ്ച കാണാമെന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരിക്കും. കൃത്യമായി ഒരു ലൈവ് ഫാം ഹൗസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. കാണുമ്പോൾ തോന്നും ഇവിടെയാണോ യേശുക്രിസ്തു ജനിച്ചത് എന്നടക്കമുള്ള സംശയമൊക്കെ ചിലപ്പോൾ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് മാത്രമല്ല, ഈ ഫാം ഹൗസിനെ വ്യത്യസ്തമാക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നതാണ്. ഒരുപക്ഷെ ഈ ചെമ്മരിയാടിനെയൊക്കെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ നല്ല ആളുകളുണ്ട്, എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ ഒരു ചെമ്മരിയാട് ഇവിടെ ഇങ്ങനെ ഈ ഫാമിനെ സുന്ദരമാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ തൊടുമ്പോൾ വളരെ കൂളായി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുജി, അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കഴുതയുണ്ട്, ഒട്ടകമുണ്ട്, ചെമ്മരിയാടുണ്ട്, ആടുണ്ട്, കുതിരയുണ്ട്, അങ്ങനെ തുടങ്ങി ആകെ മൊത്തത്തിൽ ഇതാ സാന്ത വീണ്ടും കഴുതപ്പുറത്തേറിയുള്ള നൃത്തം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. സാന്ത ഏതായാലും താഴെ വീഴ്ത്തില്ല കഴുത എന്നുള്ളതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷേ സാന്ത ഫുൾ ഓൺ വൈബിലാണ് എന്നതാണ്. സുജയ, ഇതിന്റെ ഒരു ആശയം കൊണ്ടുവന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, നമ്മൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇത് നമ്മള് ഇപ്പൊ തന്നെ 3 മാസമായി നമ്മളിവിടെ ഒരു പെറ്റ് ഫാം ഹൗസ് ഓപ്പൺ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ക്രിസ്മസ് വന്നപ്പോ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മള്. ആളുകൾ ഇങ്ങോട്ട് വരുമ്പോ എന്താണ് അവരുടെ ഒക്കെ ഒരു അഭിപ്രായം? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാരും നിക്കല്ലേ ചോദിച്ചു. എങ്ങനെയുണ്ട് കണ്ടിട്ട്? സൂപ്പറാണ്. ഓ, ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഇവിടെ? സൂപ്പറാണ്. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പാമ്പിനെ കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത്? അപ്പൊ എല്ലാരും ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമണി, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? ചെമ്മരിയാടിനെ കണ്ടോ? എവിടെ? ചെമ്മരിയാടിന്റെ മേലെ കയറിയോ? ഡാൻസ് കളിക്കുന്നുണ്ടോ? സുജ, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇത് ആവേശ കാഴ്ചയാണ്. തിരുവനന്തപുരം പള്ളിച്ചലിൽ ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇങ്ങനെ ഈ തിരുപ്പിറവിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നലെയോടുകൂടി എന്നുള്ളതാണ്. ഇവിടെ ഇതാ ഒരു സുനിഷ, ഇടത്തേക്ക് പോയാൽ അവിടെ ഒരു ഒട്ടകവും ഉണ്ട്. കറുത്ത കുതിരയ്ക്ക് അപ്പുറത്തൊരു ഒട്ടകം നിൽക്കുന്ന പോലെ തോന്നി. അപ്പുറത്തൊരു ഒട്ടകമുണ്ട്. സുജയ, കഴുതയുണ്ട്, ഒട്ടകമുണ്ട്, ആടുണ്ട്, ചെമ്മരിയാടുണ്ട്, ഇതാ കുതിരയുണ്ട്. ഈ കുതിരക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഹോഴ്സ് ആണ്. അതേപോലെ വളരെ ടോപ്പ് ബ്ലഡ് ലൈനിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള കുതിരയാണ്. സംശയം ഈ പറയുന്ന പോലെ ഈ പുൽക്കൂടിൽ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. പുൽക്കൂടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കുതിരയുണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഫാമിലെ കുതിരയുണ്ട്. നമ്മുടെ എന്തായാലും പുൽക്കൂടിനൊരു ആവേശമായി എല്ലാം വരട്ടെ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഫാമിലെ കുതിരയെ കൂടി ഇതാ സുന്ദര കുട്ടപ്പനാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷോകളും വിൻ ചെയ്തിട്ടുള്ള കുതിരയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഷോ വിൻ. എന്താ കുതിരയുടെ പേരെന്ന് ചോദിക്കൂ. ഒരു കില്ലാടിയായ കുതിരയാണ് എന്നതാണ് അതിന്റെ. കുതിരയുടെ പേരെന്താ? മഹാകാൽ എന്നാണ് ഈ കുതിരയുടെ പേര്. അത് അതേപോലെ വളരെ പ്രൗഢിയോടുകൂടി തന്നെ ഈ ഫാം ഹൗസിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സുജയ, ആവേശ കാഴ്ച. ഒരുപക്ഷെ ആഘോഷങ്ങൾ മടുക്കില്ല, ആഘോഷത്തിന്റെ തിമിർപ്പ് ഒടുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തർ വരുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് ക്രിസ്മസ് വൈബ്? നല്ല അനുഭവമാണ്, കൊള്ളാം. വന്നപ്പോ ഇഷ്ടപ്പെട്ടു? ഇവിടെ കുതിരയും കഴുതയും എല്ലാം ഉണ്ട്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ക്രിസ്മസ് ആദ്യത്തെ ക്രിസ്മസാ, അത് നന്നായിട്ട് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നന്നായിട്ട് അവനെ എല്ലാം കാണിച്ചു കൊടുക്കാനും, അവനെന്ന് വെച്ചാൽ അവൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണുന്നതിന്. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അവൻ കാണാൻ
സാധാരണ ഈ സമയത്ത് ഉറങ്ങുന്ന വാവയാണ്, പക്ഷെ ഇത്രയും നന്നായിട്ട് അവൻ എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷം. എത്തുന്നവരെല്ലാം നല്ല എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. അങ്ങനെയാണ് അടിപൊളി. ഒരിടം ഇതുവരെ കണ്ടിട്ടില്ല. നല്ല എക്സ്പീരിയൻസ്. അടിപൊളി. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ ഒരിടം പോയാലും ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് നിന്ന് ബോറടിയൊന്നുമില്ല. പോവാൻ തോന്നുന്നില്ല വീട്ടില്. മൊത്തത്തിൽ ലൈവ് മോഡാണ്. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ആകെ മൊത്തത്തിലൊരു ലൈവ് മോഡ് തന്നെയാണ്. കാരണം ഇവിടെ സുനിഷ ഒന്ന് കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കയറാൻ പറ്റുമോ എന്ന് നോക്കിയോളൂ. സുനിഷയ്ക്ക് ആ ഒരു വൈബ് മിസ്സാകണ്ട. നമ്മുടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്ന അഞ്ജന അനിൽകുമാർ ആയിരുന്നെങ്കിൽ ഇതിനകം തന്നെ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ഒക്കെ കയറിയിട്ടുണ്ടായേനെ.